PV അൻവർ UDF-ന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞങ്ങളത് സ്വീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഞങ്ങളുടെ കൂടെ ഉണ്ടാവും. സംശയമുണ്ട്? അല്ല, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളത് സമ്മതിച്ചിട്ടുണ്ട്. ഞങ്ങളതിന് അങ്ങയുടെ പിന്തുണ വേണ്ടാന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. അദ്ദേഹത്തിന്റെ പിന്തുണ ഞങ്ങൾക്ക് വേണം. ഞങ്ങളത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം തന്നിട്ടുമുണ്ട്. അദ്ദേഹം ഞങ്ങളുടെ കൂടെ ഉണ്ടാവും സഹയാത്രികനായി. സംശയത അല്ല, അതൊക്കെ മുന്നണി തീരുമാനിക്കേണ്ട, ഞാൻ ഒറ്റയ്ക്ക് തീരുമാനിക്കേണ്ട കാര്യമല്ല. അതിന്റെ വിശദാംശങ്ങളെല്ലാം ചർച്ച ചെയ്യും. അതേ ഇപ്പോ ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ സഹയാത്രികനായി ഞങ്ങളുടെ കൂടെയുണ്ട്. അല്ല, തീർച്ചയായും അദ്ദേഹം അവിടെ MLA ആയിരുന്ന ഒരാളല്ലേ. അദ്ദേഹം രാജിവെച്ചിട്ടല്ലേ UDF-ന് പിന്തുണ പ്രഖ്യാപിച്ചു. അദ്ദേഹത്തിന്റെ പിന്തുണ UDF-ന് പ്രയോജനം ചെയ്യും, സംശയമില്ല. അല്ലല്ല, അതൊക്കെ അദ്ദേഹം പറഞ്ഞല്ലോ. കോൺഗ്രസോ UDF-ഓ ഏത് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചാലും അദ്ദേഹം പിന്തുണ കൊടുക്കും എന്ന് അദ്ദേഹം അത് കറക്റ്റ് ചെയ്ത് പറഞ്ഞല്ലോ. അന്ന് വൈകുന്നേരം തന്നെ പറഞ്ഞു. അത് പറഞ്ഞു. അത് ഞങ്ങളുടെ പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. ഞങ്ങൾ മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികളെയും കൂടി അറിയിച്ചിട്ട്, നിങ്ങൾക്ക് അറിയാലോ UDF ഇപ്പൊ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കണൊക്കെ എപ്പോഴാണ്, അതൊക്കെ കൃത്യമായ സമയത്ത് പ്രഖ്യാപിക്കും. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ വാക്കുകളാണ്. അദ്ദേഹം പറയുന്നത് PV അൻവർ UDF-ന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. UDF-ന്റെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആരായാലും PV അൻവറിന്റെ പിന്തുണയുണ്ട്. ആദ്യം PV അൻവർ ആര്യാടൻ ഷൗക്കത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു. VS ജോയി സ്ഥാനാർത്ഥിയാകണമെന്നാണ് പരസ്യമായി പറഞ്ഞത്. എങ്കിൽ മാത്രമേ UDF-ന് പിന്തുണയുണ്ടാകൂ എന്ന് പറഞ്ഞിരുന്നു. പിന്നീട് PV അൻവർ അതിൽ നിന്ന് പുറകോട്ട് പോവുകയും ചെയ്തിരുന്നു എന്നത് ഒരു വസ്തുതയാണ്. അതെല്ലാം കണക്കെടുത്തുകൊണ്ടായിരിക്കണം VD സതീശൻ പറഞ്ഞത് PV അൻവറിന്റെ പിന്തുണ UDF-നുണ്ട് എന്ന്. അത് നിരുപാധിക പിന്തുണയാണ് എന്നും VD സതീശൻ പറഞ്ഞു വെക്കുകയും ചെയ്തിരുന്നു. ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയാകുമെന്ന് കരുതുന്ന ആര്യാടൻ ഷൗക്കത്ത് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞത് PV അൻവറിന് നല്ല സ്വാധീനമുണ്ട് മണ്ഡലത്തിൽ. PV അൻവറിന്റെ സ്വാധീനം UDF-ന് ഗുണകരമാകും. അത് വളരെ പ്രധാനപ്പെട്ടതാണ് PV അൻവറിന്റെ പിന്തുണ എന്ന് പറഞ്ഞു വെക്കുകയും ചെയ്തിരുന്നു ആര്യാടൻ ഷൗക്കത്ത്. എന്നാൽ ഇപ്പോൾ PV അൻവർ ചുവട് മാറ്റിയിരിക്കുന്നു. എൻ്റെ പിന്തുണ, PV അൻവറിന്റെ പിന്തുണ നിരുപാധികമല്ല, ഉപാധികളോടെയാണ്. എന്താണ് ഉപാധി? മറ്റൊന്നുമല്ല, UDF-ൽ തന്നെ ഉൾപ്പെടുത്തണം, തൻ്റെ പാർട്ടിയെ ഉൾപ്പെടുത്തണം എന്ന് വെച്ചാൽ തൃണമൂൽ കോൺഗ്രസിനെ, അദ്ദേഹം ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവാണ്, തൃണമൂൽ കോൺഗ്രസിനെ കേരളത്തിലെ UDF-ന്റെ ഘടക കക്ഷിയാക്കണം. അതാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് PV അൻവർ. എങ്കിൽ മാത്രമേ UDF-ന് പിന്തുണ നൽകാൻ കഴിയുകയുള്ളൂ. മറ്റെന്തെങ്കിലും തീരുമാനം ഉണ്ടായാൽ അപ്പോൾ തീരുമാനം പറയാം എന്ന് പറഞ്ഞിരിക്കുന്നു PV അൻവർ. എന്ന് വെച്ചാൽ UDF-ന് മുന്നിൽ വിലപേശുകയാണ് ചെയ്യുന്നത് PV അൻവർ. ഇന്ന് രാവിലെ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ നമസ്തേ കേരളം പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടാണ് അദ്ദേഹം ഉപാധി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ആ വാർത്ത ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: മലപ്പുറം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് UDF പ്രവേശനം വേണമെന്ന് PV അൻവർ. നേതാക്കൾ വൈകാതെ ചർച്ച നടത്തുമെന്നാണ് പ്രതീക്ഷയെന്നും ആർക്കാണ് വിജയസാധ്യതയെന്ന് UDF നേതാക്കളെ അറിയിച്ചിട്ടുണ്ടെന്നും അൻവർ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ നമസ്തേ കേരളത്തിൽ പറഞ്ഞു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് UDF പ്രവേശനം സാധ്യമായില്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ പിന്നീട് ആലോചിക്കേണ്ടി വരുമെന്നും PV അൻവർ പറഞ്ഞു. മലപ്പുറത്ത് ആര്യാടൻ ഷൗക്കത്തോ VS ജോയിയോ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായാൽ പിന്തുണയ്ക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തീരുമാനം പറയാൻ പറ്റില്ല. വളരെ വ്യക്തമാണ് PV അൻവറുടെ നിലപാട്. എൻ്റെ പാർട്ടിയെ UDF-ൽ എടുക്കണം, എങ്കിൽ മാത്രമേ പിന്തുണ നൽകുന്ന കാര്യം ആലോചിക്കൂ. ഏഷ്യാനെറ്റ് പറയുന്നു, മലപ്പുറത്ത് ആര്യാടൻ ഷൗക്കത്തോ VS ജോയിയോ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായാൽ പിന്തുണയ്ക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തീരുമാനം പറയാൻ പറ്റില്ല എന്നർത്ഥം. ഇതാണ് PV അൻവറുടെ വാക്ക്, ഏഷ്യാനെറ്റ് ന്യൂസ് കൊടുത്ത വാക്ക്. എന്ന് വെച്ചാൽ കാര്യങ്ങൾ വ്യക്തമാണ്. PV അൻവർ കൃത്യമായും വിലപേശുകയാണ് UDF-നോട്. എന്നെ UDF-ൽ എടുത്താൽ എൻ്റെ പിന്തുണ UDF-നുണ്ടാകും, അതല്ലെങ്കിൽ മാറി ചിന്തിക്കേണ്ടി വരും എന്നും. പിണറായിക്കെതിരെയുള്ള പോരാട്ടത്തിന് ഇറങ്ങുമ്പോൾ ശക്തി പകരേണ്ട ഘടകങ്ങളെ യോജിപ്പിക്കാൻ തനിക്ക് കഴിഞ്ഞിട്ടില്ല. ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെ പിണറായിയെ തകർക്കാൻ കഴിയുകയുള്ളൂവെന്നും PV അൻവർ പറഞ്ഞു. അതിനായി UDF മുന്നണി പ്രവേശനം സാധ്യമാകേണ്ടതുണ്ട്. UDF പ്രവേശനം ഉറപ്പായാൽ കൂടുതൽ പേർ ഒപ്പം വരും. അത്തരത്തിൽ കൂട്ടായ പ്രവർത്തനം നടത്താനാകും. തെരഞ്ഞെടുപ്പിന് മുൻപ് UDF പ്രവേശനം വേണം. ആർക്കാണ് വിജയസാധ്യതയെന്ന് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് UDF-ന്റെ ഭാഗമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തടസ്സം എന്താണെന്ന് ഉത്തരവാദിത്തപ്പെട്ടവരാണ് പറയേണ്ടത്. ആത്യന്തികമായി ലക്ഷ്യം പിണറായിസത്തെ തകർക്കലാണ്. പിണറായി
പിണറായിസത്തെ തകർക്കാൻ UDF ചേരാതെ രക്ഷയില്ല എന്നാണ് ഇപ്പോൾ PV അൻവർ പറയുന്നത്. UDF ചേരുക മാത്രമല്ല, എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം, അതിന് ഞാൻ മുൻകൈ എടുക്കും എന്ന് വെച്ചാൽ UDF ലീഡറാക്കണം, പ്രതിപക്ഷ നേതാവാക്കണം എന്നൊക്കെ പറയുമോ എന്നറിയില്ല. അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടാൽ. പിന്നീട് അദ്ദേഹം പറയുകയാണ്, പിണറായിസത്തെ തകർക്കാനാണ് ഇത്രയും റിസ്ക് എടുത്ത് താൻ MLA സ്ഥാനമടക്കം രാജിവെച്ചത്. കേരളത്തിലെ ജനവികാരം പിണറായിക്ക് എതിരെയാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ് താൻ. അത് തെളിയിക്കാനുള്ള ബാധ്യത UDFനുണ്ട്. പിണറായി വീണ്ടും അധികാരത്തിലെത്തുമോ എന്ന ചിന്ത ജനങ്ങൾക്കുണ്ട്. LDF ഉണ്ടാക്കുന്ന ഈ ഒരു പ്രതീതിയെ ഇല്ലാതാക്കാനുള്ള പോരാട്ടമാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കേണ്ടത്. താൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിലാണ്, അല്ലാതെ 2026 അല്ലെന്നും നിലമ്പൂരിൽ നടക്കാൻ പോകുന്നത് ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് പോരാട്ടമെന്നും അൻവർ പറഞ്ഞു. ഇതാണ് അൻവറിന്റെ വാക്കുകൾ ഏഷ്യാനെറ്റ് ന്യൂസിനോട് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ നമസ്തേ കേരളം പരിപാടിയിൽ PV അൻവർ പറഞ്ഞത്. എന്താണ് അദ്ദേഹം പറയുന്നത്? ഒന്ന്, UDF തന്നെ ഉൾപ്പെടുത്തണം, എങ്കിൽ മാത്രമേ അരടൻ ഷൗക്കത്തിനോ VS ജോയിക്കോ പിന്തുണയുണ്ടാകൂ എന്ന്. അല്ലാതെ പിന്തുണ നൽകില്ല, അക്കാര്യം ഞാൻ ആലോചിക്കും. ആർക്കാണ് പിന്തുണ എന്ന് UDF പ്രവേശനം കിട്ടിയതിനു ശേഷം പറയാം എന്നാണ് പറയുന്നത്. പിണറായിസത്തെ തകർക്കാനാണ് താൻ MLA സ്ഥാനം രാജിവെച്ചത്. അതിന് എല്ലാവരുടെയും കൂട്ടായ ശ്രമം ആവശ്യമാണ്. ഇപ്പോൾ വീണ്ടും പിണറായി തന്നെ മുഖ്യമന്ത്രിയാകുമെന്ന പ്രതീതി ജനിപ്പിക്കാൻ LDFന് കഴിഞ്ഞിട്ടുണ്ട്. അതിനെതിരെ പോരാടണം. അതുകൊണ്ട് നിലമ്പൂർ വളരെ പ്രധാനപ്പെട്ട പോരാട്ട കേന്ദ്രമാണ്. നിലമ്പൂരിൽ LDFനെ പരാജയപ്പെടുത്തിയേ തീരൂ എന്നാണ് PV അൻവർ പറഞ്ഞിരിക്കുന്നത്. അതിന് എൻ്റെ സഹായം വേണമെങ്കിൽ എന്നെ UDF ചേർക്കണം. എന്താണ് സ്ഥിതി? UDFനെ വെച്ച് അല്ലെങ്കിൽ UDFന്റെ മുന്നിൽ വില പേശുന്ന PV അൻവർ, ആ PV അൻവറിന്റെ മുന്നിൽ UDF നേതൃത്വം മുട്ടുമടക്കുമോ എന്നാണ് അറിയേണ്ടത്. നേരത്തെ VD സതീശൻ പറഞ്ഞ നിരുപാധിക പിന്തുണ ഇപ്പോഴില്ല എന്ന് വ്യക്തമാക്കുന്നു PV അൻവർ. എന്ന് വെച്ചാൽ PV അൻവറിന്റെ പിന്തുണയില്ലാതെ UDFന് അവിടെ ജയിച്ചു വരാൻ കഴിയില്ല. അതുകൊണ്ട് UDF PV അൻവറുടെ മുന്നിൽ മുട്ടുമടക്കുമോ? അതല്ല, UDFന് എതിരെ, കോൺഗ്രസിന് എതിരെ, കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് എതിരെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചുകൊണ്ടുള്ള പോരാട്ടത്തിന് PV അൻവർ തയ്യാറാകുമോ? സ്വന്തം ശക്തി തെളിയിക്കാൻ അതും കൂടി ഒരു വഴിയാണ്.